ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാൻ. ആറ്റുവക്കത്തിരിക്കുമ്പോൾ ഒറ്റ നോക്കു കണ്ടു, ചന്ദ്രികയിലെന്തോ തെളിഞ്ഞിന്ദ്രനിലം പോലെ. കാമ്പു മാത്രമായ സുഖം കൂമ്പെടുത്ത രാഗം. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. ചിന്നിടുന്ന കുന്തളവും കുന്നിയാടും കാതും, മിന്നൽ തോൽക്കും പൊന്നാടയും മന്നണിതൃക്കാലും. കണ്ണിണ തൻ മുന്നണിയിൽ മിന്നിഹ ഞാൻ കണ്ടു. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. വണ്ടു തോൽക്കും കൊണ്ടൽ മണ്ടും കണ്ടുവെങ്കിലാരും. ഇണ്ടൽ മറന്നാനന്ദത്തിലാണ്ടലിഞ്ഞു പോകും. കണ്ടു തന്നെ രസമറിയേണ്ടതാണാ രൂപം. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. തരുണ കാന്തിയന്റെ ചിത്തരംഗത്തിങ്കൽ, മുഗ്ധചന്ദ്രൻ യമുനതൻ നൽതരംഗത്തിലും. സ്വൈരമാടി കളിക്കുവാൻ പാരമാരംഭിച്ചു. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. തരത്തിലുള്ളതായ നിസ്തുലമാം കാഴ്ച, ഒറ്റ നോക്കു കണ്ട കണ്ണു മറ്റു കാഴ്ച പിന്നെ. കണ്ടു നിൽക്കാനാളാവില്ല ചണ്ടിയെന്നു തോന്നും. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. നാട്ടിലില്ലാത്തതാം ഭംഗി കാട്ടിൽ വെച്ചു കാൺകെ. വീണ കയ്യിൽ നിന്നു വീണു വേണി കെട്ടഴിഞ്ഞു. നീവി താനെ കിഴിഞ്ഞു ഞാൻ പാവ പോലെ നിന്നു. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. അന്നു നിന്ന നിലയോർക്കാൻ ഇന്നെനിക്ക്
എനിക്കു വയ്യ. ഓർത്തുവെങ്കിൽ മൂർച്ഛ പറ്റുമാർത്തി കൊണ്ടു വേവും. ഖേദമല്ല മോദമല്ല തദ്വയമാം സ്ഥിതി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. ധന്യമാകുമാ വിഗ്രഹമൊന്നുകൂടി കാൺമാൻ വേണ്ടി ഞാൻ ഈ നാട്ടിലൊക്കെ തെണ്ടി നടന്നിട്ടും കാര്യമുണ്ടായില്ല, ഞാൻ കാഴ്ച കണ്ടതില്ല. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. ഏറി വന്നു ചിന്താതതി നേറിവെന്തു സ്വാന്തം. ആറിടാത്ത താപ കണ്ണീരാറിലാണ്ടു ദേഹം. ഊണുറക്കം മുതലായതൊന്നുമില്ലാതായി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. ഈ വിധത്തിലാടലാൽ ഞാൻ വേവുമുള്ള മോടെ വേവിടുമ്പോൾ കേട്ടു പെട്ടെന്നവനാന്തഗീതം. രോമഹർഷ സന്ദായകം മാമുനീന്ദ്രരമ്യം. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. വേണുനാളീരവം കേട്ടു ജീവനാടിയാടി. തൊട്ടില്ലണിഞ്ഞില്ല പട്ടുടുത്തില്ലോടി. എന്നു മാത്രമോർമ്മയുണ്ടു പിന്നെ എന്തോ ഏതോ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. പറ്റുകാരും പാർശ്വക്കാരും ഒട്ടസംഖ്യം ജനം. വീട്ടിലേക്കു പിൻവീളിച്ചു കേട്ട ഭാവം തന്നെ. ഞാൻ നടിക്കാതോടി കാട്ടിൽ ചെന്നണഞ്ഞു വേഗം. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ 979 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം 12 അധ്യായത്തിൽ 14 ശ്ലോകം വരെയാണ് നമ്മൾ ഇന്നലെ വരെയായിട്ട് അനുസ്മരിച്ചത്. അതിൽ തന്നെ ദക്ഷയാഗവും ധ്രുവചരിത്രവും പറഞ്ഞു. ധ്രുവസ്യ ചരിതം പശ്ചാൽ പ്രഥോ പ്രാചീന ബരിഹിഷ എന്നാണ് ആ 14 ശ്ലോകത്തിൻ്റെ 2 വരി. അപ്പോൾ ധ്രുവൻ്റെ ചരിത്രം പറഞ്ഞു. പശ്ചാൽ പൃഥോ, പൃഥുവിൻ്റെ ചരിത്രം വളരെ വിസ്തരിച്ചാണ് പൃഥുവിൻ്റെ ചരിത്രം ഭാഗവതത്തിൽ 4 സ്കന്ധത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അവിടെ വേനൻ്റെ കഥ പറഞ്ഞിട്ടാണ്. ദുഷ്ടനായ വേനൻ അംഗരാജാവിൻ്റെ പുത്രനാണ്, സുനീതയുടെ മകനാണ്. അംഗൻ തൻ്റെ മകൻ്റെ ദുഷ്ചെയ്തികളിൽ മനം നൊന്ത് വനത്തിലേക്ക് പോയപ്പോഴാണ് മഹർഷിമാർ വേനനെ രാജാവാക്കിയതും. എന്നാൽ അതേ മഹർഷിമാർക്ക് നേരെ തന്നെ
അഹങ്കാരത്തിൻ്റെ ചന്ദ്രഹാസം എടുത്തപ്പോൾ അവരുടെ ആ ഹുങ്കാര ശബ്ദത്തിൽ രോഷാഗ്നിയിൽ വേനൻ ഒരു ഇയാമ്പാറ്റ കണക്കെ മരിച്ചു വീണു. വേനൻ്റെ ശരീരം മഥനം ചെയ്തപ്പോൾ ആദ്യം നിഷാദന്മാരുണ്ടായി, കാട്ടാളന്മാരുണ്ടായി എന്നും പിന്നീട് മഥനം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു പുരുഷനും സ്ത്രീയും ഉണ്ടായി. പുരുഷനെ പൃഥു എന്നും സ്ത്രീയെ അർച്ചിസ് എന്നും വിളിച്ചു എന്ന് പറയുന്നു. അങ്ങനെയുള്ള പൃഥു മഹാരാജാവിൻ്റെ കഥ. പൃഥു മഹാരാജാവ് രാജ്യഭരണം അതിഗംഭീരമായിട്ട് നടത്തി. തൻ്റെ പൂർവികനായ വേനൻ്റെ ദുഷ്ചെയ്തികളിൽ മനംനൊന്ത ഭൂമിദേവി പിടിച്ചുവെച്ച സകല ഐശ്വര്യങ്ങളെയും ആ ഭൂമിയാകുന്ന പശുവിനെ വംശപ്രധാനികളാകുന്ന കിടാങ്ങളെ കൊണ്ട് ആ കിടാങ്ങളിലൂടെ കറന്നെടുത്ത ലോകത്തിന് പകർന്നു കൊടുത്ത ആളാണ് പൃഥു. അതുകൊണ്ട് ഭൂമിക്ക് പൃഥ്വി എന്നൊരു പേര് കിട്ടി. പിന്നീട് ആ പൃഥു മഹാരാജാവ് അതിഗംഭീരമായിട്ടുള്ള യാഗം നടത്തുന്നതും 99 യാഗങ്ങൾ പൂർത്തിയായപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ അസൂയ കൊണ്ട് കണ്ണു കാണാതെ പൃഥു മഹാരാജാവിൻ്റെ യാഗാശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയതായിട്ടുള്ള കഥയും നമ്മളോട് കേട്ടു. പിന്നീട് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ആ 100ാമത്തെ യാഗം നിർത്തിവെച്ചു. 99 യാഗങ്ങൾ നടത്തിയവൻ എന്നുള്ള രീതിയിൽ പൃഥു മഹാരാജാവിനെ ലോകം ഏകോനശതക്രതു എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള പൃഥു മഹാരാജാവിനെ അനുഗ്രഹിക്കാനായി ഭഗവാൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ അവതാരമാണ് പൃഥു. ആ സ്ത്രീ ലക്ഷ്മീദേവിയുടെ അവതാരമാണ് അർച്ചിസ്. അവിടെ പരിപൂർണതമനായിരിക്കുന്ന ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പൃഥു ചോദിക്കുന്ന, അല്ലെങ്കിൽ പൃഥുവിനോട് ഭഗവാൻ ചോദിക്കുമ്പോൾ പൃഥുവിൻ്റെ ആഗ്രഹം, അഭ്യർത്ഥന, വരയാചന, അതാണ് പൃഥുചരിത്രത്തിൻ്റെ തിളക്കമുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുക. ഭാഗവതം എന്താണോ ആഹ്വാനം ചെയ്യുന്നത് അതാണ് പൃഥു അവിടെ ആ വരമായിട്ട് ആവശ്യപ്പെടുന്നത്. വിധൽസ്വ കർണായുതം എന്നാണ് പറയുന്നത്. എനിക്ക് അയുതം കർണം വിധൽസ്വ, എനിക്ക് 10,000 ചെവികൾ തരണേ. എന്തിനാണ്? ഭഗവാന്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. എവിടെ ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ നാമ സംഗീതം ഉണരുന്നുവോ അതൊക്കെ കേൾക്കാൻ പാകത്തിന് 10,000 ചെവികളുടെ ശക്തി തന്ന് അനുഗ്രഹിക്കണേ എന്ന് പറയുന്ന പൃഥുവിൻ്റെ ഉദാത്തമായ ഭക്തിഭാവം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. പിന്നീട് പ്രാചീന ബരിഹിസിൻ്റെ കഥ പറഞ്ഞു. ബരിഹിഷത്ത് എന്ന രാജാവ് ക്രിയാകാണ്ഡത്തിൽ വിശ്വസിച്ച് നിരവധി യാഗങ്ങൾ നടത്തി. അത്രയധികം യാഗങ്ങൾ നടത്തിയതുകൊണ്ട് കിഴക്കോട്ട് തിരിച്ചുവെച്ച ദർഭപ്പുല്ലുകളാൽ ഈ വസുധാതലം ഭൂമി നിറഞ്ഞുവെന്നും അതുകൊണ്ട് ഈ ബരിഹിഷത്തിനെ എല്ലാവരും പ്രാചീന ബരിഹിസ് എന്ന് വിളിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടു. അങ്ങനെയുള്ള പ്രാചീന ബരിഹിസ്, അദ്ദേഹത്തിൻ്റെ മക്കള്, അവർ 10 പേരും ഭഗവത് ഭജനത്തിനായി പോയി. പ്രചേതസ്സുകൾ എന്നറിയപ്പെടുന്ന അവരുടെ ഭഗവത് ഭക്തി മഹത്വത്തെയും അതേപോലെ തന്നെ അവർക്ക് സാക്ഷാൽ മഹാദേവൻ പകർന്നു നൽകിയ രുദ്രഗീതവും നമുക്കവിടെ അനുസ്മരിക്കാം. അതൊന്നും ഇപ്പോൾ ഈ സംഗ്രഹത്തിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മ വരണം എന്ന് ചുരുക്കം. പിന്നീട് അവർ ഭജനത്തിന് പോയപ്പോൾ അവർ ഭഗവാനെ ഭജിക്കാനായി ഗുരുഭവനപുരിയുടെ വടക്കു ഭാഗത്തുള്ള ആ രുദ്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് അതിൽ മുങ്ങിക്കിടന്ന് ഭഗവാനെ ഭജിച്ചപ്പോൾ കർമ്മകാണ്ഡത്തിൽ, ക്രിയാകാണ്ഡത്തിൽ വളരെ താല്പര്യമുള്ള പ്രാചീന ബരിഹിസിനെയും ഭഗവാൻ അനുഗ്രഹിച്ചു. അതാണ് നാരദസ്യ ച സംവാദ എന്ന് പറഞ്ഞത്. നാരദനും പ്രാചീന ബരിഹിസും കൂടി ഉണ്ടായ സംവാദത്തെക്കുറിച്ച് പറയുന്നു. ആ സംവാദത്തിലാണ് പുരഞ്ജനോപാഖ്യാനം എന്ന വളരെ വിശേഷമായിട്ടുള്ളൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവാനെ മറന്നാൽ ഈ ജീവിതത്തിൽ പല ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ന പുരഞ്ജനൻ എന്ന ഒരു രാജാവിൻ്റെ കഥയിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. പുരഞ്ജനൻ പുതിയ പുരങ്ങൾ തേടിപ്പോയതും നവമുഖി എന്നുള്ള കൊട്ടാരത്തിലേക്ക് എത്തുന്നതും അവിടുത്തെ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവിടെ കഴിയുന്നതുമായിട്ടുള്ള രംഗങ്ങൾ വളരെ ഭംഗിയായി നാരദ മഹർഷി
ഒരു രൂപകം എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു വയ്ക്കുന്നു. അവസാനം ആ പുരഞ്ജനൻ ഭഗവാനെ മറന്നെങ്കിലും അവിടെ ഭഗവത് ഭജനത്തിലൂടെ തന്നെ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം കൊണ്ട് ഭഗവത് സ്മൃതിയുണ്ടായ പുരഞ്ജനന് വീണ്ടും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണു. അതുകൊണ്ട് മഹാരാജാവേ, പ്രാചീന ബർഹിഷേ, അങ്ങും ആ ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. ഈ ക്രിയാകാണ്ഡത്തിൽപ്പെട്ട് കഷ്ടപ്പെടുകയല്ല വേണ്ടത്. കർമ്മങ്ങളൊക്കെ തന്നെ ധർമാനുസാരിയായി ജീവിക്കാനുള്ളൊരു വഴിയാണെന്നും ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടതെന്നും നാരദ മഹർഷി പറഞ്ഞു കൊടുത്തപ്പോൾ, അതിൻ്റെ യഥാർത്ഥമായ അന്തസ്സത്ത പകർന്നു കൊടുത്തപ്പോൾ അത് മനസ്സിലാക്കിയ പ്രാചീന ബർഹിസ് എല്ലാം ഉപേക്ഷിച്ച് അവിടുന്ന് യാത്രയായ രംഗം, അതൊക്കെയാണ് നമ്മൾ ചതുർത്ഥ സ്കന്ധത്തിൽ കേട്ടത്. പിന്നീട് ആ പ്രാചീന ബർഹിസിൻ്റെ മക്കളായ പ്രചേതസ്സുകളുടെ കഥയും ഒന്ന് സൂചിപ്പിച്ച് അവിടെ പൂർത്തിയായി. അതോടുകൂടി വിതുരമൈത്രേയ സംവാദം അവസാനിക്കുകയാണ്. പിന്നീട് 5ാമത്തെ സ്കന്ധത്തിലേക്ക് വന്നു. അവിടെ പ്രിയവ്രതസ്യ ചരിതം, പ്രിയവ്രതൻ്റെ ചരിത്രം ഇപ്പോൾ പറയുകയാണ്. പ്രിയവ്രതം ദ്വിജാഹ നാഭേസ്തോനു ചരിതം ഋഷഭസ്യ ഭരതസ്യ ച. ആ ഒരൊറ്റ വരിയിലൂടെ, ഒരൊറ്റ ശ്ലോകത്തിലൂടെ പഞ്ചമസ്കന്ധത്തിലെ ആ കഥകൾ മുഴുവൻ അവിടെ ഒതുക്കി പറഞ്ഞു എന്നാണ്. ആദ്യം പ്രിയവ്രതൻ്റെ ചരിത്രം. പ്രിയവ്രതൻ സാക്ഷാൽ സ്വയംഭൂമനുവിൻ്റെ പുത്രനാണ്. ആ പ്രിയവ്രതൻ എല്ലാം ഉപേക്ഷിച്ച് ഭഗവത് ഭജനം ചെയ്തതും എന്നാൽ മനുവിൻ്റെയും പ്രത്യേകിച്ച് ബ്രഹ്മാവിൻ്റെയും നിർദ്ദേശപ്രകാരം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചത്, അതിൽ അദ്ദേഹത്തിനുണ്ടായ നാഭി, കിംപുരുഷൻ തുടങ്ങിയ പുത്രന്മാർ തനിക്കുള്ള ആ ഭൂമിയെ അഗ്നിധ്രൻ തുടങ്ങിയ തൻ്റെ പുത്രന്മാർക്ക് നൽകിയതും അത് 7ആയി വിഭജിച്ച് 7 പേർക്കായി നൽകിയപ്പോൾ അവിടെ അഗ്നിധ്രൻ, ജംബൂദ്വീപിനെ ഭരിച്ചിരുന്ന അഗ്നിധ്രൻ തനിക്ക് കിട്ടിയ ഭൂമിയെ തൻ്റെ മക്കളായ നാഭി, കിംപുരുഷൻ, ഹരി തുടങ്ങിയവർക്ക് 9ആയി വിഭജിച്ച് നൽകി എന്നുള്ള രംഗവും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ ആ നാഭിയുടെയും പത്നിയായ മേരുദേവിയുടെയും പുത്രഭാവത്തിൽ ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചത്, വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന, തൻ്റെ പേര് പോലെ തന്നെ ശ്രേഷ്ഠതയുള്ള ആ ഋഷഭദേവൻ്റെ കഥ സാക്ഷാൽ ഭഗവാന്റെ തന്നെ അവതാരമായിട്ട് സജ്ജനങ്ങൾ കാണിച്ചു തരുന്നു നമുക്ക്. അങ്ങനെ ആ ഋഷഭന് 100 പുത്രന്മാർ, 81 പേര് ബ്രാഹ്മണർ, 9 പേര് മൂത്തപുത്രനായ ഭരതൻ്റെ സാമന്തരാജാക്കന്മാർ, പിന്നെ 9 പേര് നവയോഗികൾ എന്നറിയപ്പെടുന്ന കവിഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നും അവിടെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ. അങ്ങനെ നാഭിയുടെയും ഋഷഭദേവൻ്റെയും പിന്നീട് അവരുടെ ഋഷഭദേവൻ്റെ മൂത്തപുത്രനായ ഭരതൻ്റെ കഥ പറയുമ്പോഴാണ് ജഡഭരതൻ എന്നുള്ള രീതിയിൽ ആ ഭരതൻ്റെ കഥ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ചു പോയ ഭരതചക്രവർത്തി ഗണ്ഡകി നദിയുടെ തീരത്ത് ഭഗവത് ഭജനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാനിനോട് തോന്നിയ സ്നേഹം, ആ ഭൂതദയ അദ്ദേഹത്തിന് അപകടകരമായി മാറി എന്ന് കാണിക്കുന്നു. ഭഗവാനെ മറന്ന് മാനിനോട് സ്നേഹം അധികരിച്ചു, പൂജാദികൾക്ക് സമയമില്ലാതെയായി, പിന്നീട് മാനായി പിറന്നു, പ്രാരബ്ധം തീരാതെ ഒരു ബ്രാഹ്മണ കുലത്തിൽ അദ്ദേഹത്തിന് പിറക്കേണ്ടി വന്നു. അപ്പം അദ്ദേഹം വിചാരിച്ചു, ഇത്തരത്തിലുള്ള സംഘം നമ്മളെ പലപ്പോഴും ബന്ധങ്ങളിലേക്കും ബന്ധനങ്ങളിലേക്കും എത്തിക്കും. അതുകൊണ്ട് നിസ്സംഗനായി ജീവിക്കാൻ പരമപ്രധാനം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ജയേദ് രസനം, ആ രസനയെ ജയിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഒരു ഊമയെപ്പോലെ, ബധിരനെ പോലെ ജീവിച്ചതായിട്ടുള്ള രംഗം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജഡഭരതൻ എന്ന പേര്. ഇപ്പോൾ ഭരതസ്യ ച എന്ന് പറഞ്ഞ് ആ ഭരതൻ്റെ കഥ, ആ ഭരതൻ രഘുഗണ രാജാവിനെ കണ്ട കഥയൊക്കെ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അത് സൂതൻ സ്പർശിച്ചില്ല.
പിന്നീട് ദ്വീപുകൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, ഭാരതാദി വർഷങ്ങൾ, ഗംഗ തുടങ്ങിയ നദികൾ, ഹിമാലയാദി പർവ്വതങ്ങൾ, ഇതിൻ്റെ സ്ഥിതി, ജ്യോതിഷ്ചക്ര വർണ്ണനം, പാതാളലോകങ്ങളായ ആ അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം തുടങ്ങിയ പാതാളം തുടങ്ങിയ അധോലോകങ്ങളെക്കുറിച്ച്, ഏറ്റവും ഒടുവിൽ നരകത്തെക്കുറിച്ചും വർണ്ണിച്ചിട്ടാണ് പഞ്ചമസ്കന്ധം പൂർത്തിയാവുന്നത്. തതോദ്വീപ സമുദ്രാദ്രി വർഷനദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാള നരകസ്ഥിതി. ദ്വീപസമുദ്രാദ്രി വർഷനദ്യുപവർണ്ണനം എന്നുള്ളത് ചിലയിടത്ത് പാഠാന്തരായിട്ട് ദ്വീപവർഷ സമുദ്രാണാം ഗിരിനദ്യുപവർണ്ണനം എന്ന് മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും നരക വർണ്ണനയോടുകൂടി ആണ് പഞ്ചമസ്കന്ധം പൂർത്തിയാവണത്. ശ്രീമദ് ഭാഗവതം ദ്വാദശസ്കന്ധത്തിലെ 12-ാം അധ്യായം ദ്വാദശസ്കന്ധ സാരം, അതിൽ 5-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത് ഈ 16-ാമത്തെ ശ്ലോകത്തോടുകൂടിയാണ്. 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ദക്ഷജന്മ പ്രചേതോഭ്യസ്തൽപുത്രീണാം ച സന്തതി യതോ ദേവാസുരനരാസ്തിര്യങ് നഗഖഗാദയാ എന്നു പറഞ്ഞു. പ്രചേതസ്സുകളിൽ നിന്ന് ഉണ്ടായ ദക്ഷൻ, പ്രാചേതസ ദക്ഷൻ, അദ്ദേഹത്തിൻ്റെ പുത്രിമാരുടെ സന്താനങ്ങളുടെ ചരിത്രം, അവരിൽ നിന്ന് ദേവന്മാര്, അസുരന്മാര്, മനുഷ്യര്, തിര്യജാതികള്, വൃക്ഷങ്ങൾ, പക്ഷികൾ തുടങ്ങിയവ ഉണ്ടായതിനെക്കുറിച്ച് വർണ്ണിച്ചു എന്നാണ്. ദേവാസുര നരാസ്തിര്യങ് നഗഖഗാദയ എന്ന് അവിടെ സൂചിപ്പിച്ചു. പിന്നീട് ആ ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ചദിതേർദ്വിജാ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന. വൃത്രാസുരൻ്റെ ഉൽപ്പത്തി, മരണം, അതും അതേപോലെ തന്നെ അതോടുകൂടി 6-ാമത്തെ സ്കന്ധം പൂർത്തിയായി. 7-ാമത്തെ സ്കന്ധത്തിലോ ദിതിയുടെ പുത്രന്മാരായ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ചരിത്രം, മഹാത്മാവായിരിക്കുന്ന പ്രഹ്ലാദൻ്റെ ചരിത്രം, പ്രഹ്ലാദസ്യ മഹാത്മനഃ. എന്താ പ്രഹ്ലാദൻ്റെ മഹത്വം? അത് ഭക്തിയിൽ നിറഞ്ഞതാണ്. ലോകത്തിന് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന നവധാഭക്തി ലോകത്തിന് പകർന്നു കൊടുത്തു. അച്ഛൻ ലോകത്തെ മുഴുവൻ കിടുകിടാ വിറപ്പിക്കുന്ന ചക്രവർത്തിയായി, ബ്രഹ്മാവിൽ നിന്ന് നേടിയ വരങ്ങളെ കൊണ്ട് വരം ലബ്ധ്വാ തൃപ്ത, വരം നേടി തൃപ്തനായി അഹങ്കാരിയായി മാറിയ അച്ഛനെങ്കിലും ഒരിക്കലും ആ 5 വയസ്സുകാരൻ അഹങ്കാരത്തിൻ്റെ കണിക പോലുമില്ലാതെ ജിതേന്ദ്രിയനായി, സത്യസന്ധനായി, ആ ബ്രഹ്മത്തെ അറിഞ്ഞവനായി, ശീലസമ്പന്നനായി ജീവിച്ചതായിട്ടുള്ള കഥ. അപ്പം അവിടെ പല രീതിയിൽ ഹിരണ്യകശിപു ആ ഉണ്ണിയെ ഭഗവത് ഭക്തി മഹത്വത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും സാധിച്ചില്ല എന്ന് മാത്രമല്ല, അനിതരസാധാരണമായ ഭക്തി വൈഭവം കൊണ്ട് ആ ഉണ്ണി മറ്റ് ആ ദൈത്യരാജകുമാരന്മാരെ മുഴുവൻ, അല്ലെങ്കിൽ ദൈത്യന്മാരെ മുഴുവൻ തൻ്റെ വഴിയിലൂടെ പോകാൻ പ്രേരിപ്പിച്ചു. ഭഗവൻ നാമസങ്കീർത്തനത്തിൻ്റെ മഹത്വം ഉയർന്നു നിന്ന ഒരു സായം സന്ധ്യയിൽ ഭഗവാന്റെ അവതാരം, നരസിംഹാവതാരം ഉണ്ടായി. അവിടെ പ്രഹ്ലാദൻ്റെ ചരിത്രം എന്നേ പറഞ്ഞുള്ളൂ, ഭഗവാന്റെ ചരിത്രം എന്ന് പറഞ്ഞില്ല. പക്ഷേ പ്രഹ്ലാദൻ ഭഗവാൻ തന്നെയാണ്, ഭക്തനും ഭഗവാനും ഭാഗവതവും ഒന്ന് തന്നെ എന്ന് സൂതൻ അവിടെ നമുക്കിതാ പറഞ്ഞു തരുന്നു. അങ്ങനെ ആ നരസിംഹാവതാര രംഗത്തോടുകൂടി ഹിരണ്യകശിപുവിനെ ഇല്ലാതെയാക്കി പ്രഹ്ലാദനെ അനുഗ്രഹിച്ച ഭഗവാൻ, ത്രിപുരദഹനം, വർണ്ണാശ്രമധർമ്മ വിസ്താരം, അതൊക്കെ അവിടെ ആ വേണ്ട പോലെ സ്മരിക്കാതെ വിട്ടുകളഞ്ഞു. ഇത്ര മതി എന്നാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ ഇത്. അതുകൊണ്ട് ആ 18-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ഇന്ന് സമർപ്പിക്കാം. നാളെ സപ്തമസ്കന്ധവും കഴിഞ്ഞ് അഷ്ടമസ്കന്ധത്തിലെ ആ രംഗങ്ങളെ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ
രതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം.
ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.